ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ആണ് പറഞ്ഞിരിക്കുന്നത്. 14-ാം വാക്യത്തിൽ, എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദ്യ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവർ അകത്തേക്ക് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കുകയോ അരുത്. വയലിലിരിക്കുന്നവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാലത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാവും. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയെന്നോ അതാ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ. കർത്താവായ യേശു കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്ന ഈ പ്രത്യേക കാര്യം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത കാലം. അതൊരു ശീതകാലമല്ലാതെ ഇരിക്കണേ. ഒരു സംഭവിക്കാനുള്ളതായ പ്രത്യേക കാര്യം. യുദ്ധസമയങ്ങളിൽ സൈറൻ കേൾക്കുമ്പോൾ ഭവനത്തിൽ കയറിയിരിക്കണം, വഴിയിൽ നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾ പേടിച്ച് ഭയന്ന് ഉള്ളിലൊക്കെ കയറുന്നത് കണ്ടിട്ടുണ്ട്. ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന ആ സൂക്ഷിപ്പിൻ്റെ മറവിൽ, കർത്താവിൻ്റെ വരവിൽ ലോകത്തിലെ ഒരു ശക്തിക്കും, ഒരു ലോകത്തിൻ്റെ ശക്തിക്കും ഒരു ദൈവപൈതലിനെ തൊടുവാൻ സാധിക്കുകയില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ കേട്ട് ഭയപ്പെടാതെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേക പ്രൊട്ടക്ഷനും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. കൃപയുടെ തണലിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ചു കൊള്ളണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.